ഹലോ ഫ്രണ്ട്സ്, ദ വോം മോം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്ലാസിക് ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് 5 ചെയിൻ സ്റ്റിച്ച്. അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് 3 ചെയിൻ സ്റ്റിച്ച്. ഇനി നടുവിലുള്ള ഈ ഒരു പോർഷനിലേക്ക് 2 ഡബിൾ ക്രോഷേ. ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന 3 ചെയിൻ സ്റ്റിച്ച് ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 3 ഡബിൾ ക്രോഷേ പോലെ ആവും. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും 3 ഡബിൾ ക്രോഷേ. മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ചെയിൻ. 2 തവണ കൂടി ഇതേ പ്രോസസ്സ് തുടരണം. അതായത് 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ. ഓരോ ചെയിൻ കൊടുക്കുന്ന സ്ഥലവും ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ കോർണറാണ്. അവസാനത്തെ ചെയിൻ സ്റ്റിച്ചും ചെയ്തതിന് ശേഷം ആദ്യം കൊടുത്തിരിക്കുന്ന 3 ചെയിൻ സ്റ്റിച്ചിലെ ആദ്യത്തെ ചെയിനിലോട്ട് ഇവിടെയായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് ഈ ഒരു കോർണർ എത്തുന്നത് വരെ ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ടോട്ടൽ 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. 2. ഇപ്പോൾ നമ്മുടെ യാൺ ഒരു കോർണറിലെത്തിയിട്ടുണ്ട്. ഇനി യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ 4 കോർണറുകൾ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് യാണിൻ്റെ കളറൊന്ന് മാറ്റാം. ഒരു കോർണറിൽ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഒരു കെട്ടിട്ട് തുടങ്ങിയാലും മതി. ഇതുപോലെയുള്ള യാണെൻറ്റുകൾ എപ്പോഴും നമ്മൾ ക്രോഷേ ചെയ്യുമ്പോൾ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണം. കട്ട് ചെയ്ത് വിടരുത്. കട്ട് ചെയ്ത് വിട്ടാൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രൊജക്റ്റാണോ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും. ഇനി 3 ചെയിൻ സ്റ്റിച്ച്. പിന്നീട് 2 ഡബിൾ ക്രോഷേ കൊടുക്കണം. സെയിം കോർണറിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓരോ റോയും സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതൊരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 3 ഡബിൾ ക്രോഷേ ആയിക്കഴിഞ്ഞു. ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ നമുക്ക് 4 കോർണറുകളാണുള്ളത്. 4 കോർണറുകളിലും 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ വീതം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന കോർണറിൽ 3 ഡബിൾ ക്രോഷേ കൊടുത്തതാണ്. ഒരു ചെയിൻ കൂടി കൊടുത്തു. വീണ്ടും 3 ഡബിൾ ക്രോഷേ. ഇനി തൊട്ടടുത്തുള്ള കോർണറിലേക്ക് കടക്കാം. അവിടെയും 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ. ഇതേ സ്റ്റെപ്പ് തന്നെ ഓരോ കോർണറിലും തുടരുക.
നാലാമത്തെ കോർണറിലും ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. വീണ്ടും കോർണർ എത്തുന്നത് വരെയുള്ള സ്റ്റിച്ചുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തുടരുക. ഒരു ചെയിൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കോർണർ ഗ്യാപ്പിൽ എത്തിയതിന് ശേഷം യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. വീണ്ടും നമ്മൾ രണ്ടാമത്തെ റോ ചെയ്തതുപോലെ തന്നെ കോർണറിലേക്ക് യാണിൻ്റെ കളർ മാറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 3 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നു. ആദ്യത്തെ കോർണർ സ്പേസിൽ ഈ 3 ചെയിൻ കൊടുത്തതിന് ശേഷം 2 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ കൊടുക്കണം. ഇനി തൊട്ടടുത്തുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കോർണർ ഗ്യാപ്പുകളിലാണ് നമ്മൾ 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ എന്ന കണക്കിൽ കൊടുക്കുന്നത്. ബാക്കി എല്ലാ സ്പേസുകളിലും വെറും 3 ഡബിൾ ക്രോഷേ മാത്രമേ കൊടുക്കാവൂ. വീണ്ടും നമ്മൾ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. അവിടെ 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ. ഇനിയുള്ള ഓരോ ഗ്യാപ്പുകളിലും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യുക. ഏറ്റവും ലാസ്റ്റിലെ 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും കോർണർ പോർഷൻ എത്തുന്നത് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എല്ലാ റോയിലും ഇതേ സ്റ്റെപ്പാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. അവസാനം യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. ഗ്രാനി സ്ക്വയറിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് നമ്പർ ഓഫ് റോസ് കൂട്ടാവുന്നതാണ്. ഏതൊരു റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, 2 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷേ. മിഡിൽ പോർഷനുകളിലെല്ലാം 3 ഡബിൾ ക്രോഷേ വീതം കൊടുക്കുക. ബാക്കിയുള്ള കോർണറുകളിൽ 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ. ഈ ഒരു സ്റ്റെപ്പ് വെച്ച് കണ്ടിന്യൂ ചെയ്തുണ്ടാക്കിയ ഒരു ഗ്രാനി സ്ക്വയറാണിത്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാനി സ്ക്വയറിൽ ഈ ഒരു സ്റ്റെപ്പ് വരെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ സ്റ്റെപ്സൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്രോഷറ്റിങ്ങിൽ തന്നെ വളരെ ക്ലാസിക്കും ട്രഡീഷണലും ആയിട്ടുള്ള ഈ ഒരു ഗ്രാനി സ്ക്വയർ യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള ബാഗുകളും ഇതുപോലെയുള്ള പില്ലോ കവറുകളും ഇതുപോലെയുള്ള വാലറ്റുകളും നമുക്കുണ്ടാക്കാവുന്നതാണ്. കൂടുതൽ ടിപ്സിനും ട്യൂട്ടോറിയൽസിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദ വാം മം, ലെറ്റ് ദ സൂപ്പർ മം ഇൻസൈഡ് യു ഫ്ലൈ ഹൈ.